Hello everyone, welcome back to Brilliance Academy's Maths class. In we will discuss the 13th chapter Cartesian system of rectangular coordinates. എന്താണ് Cartesian system, rectangular coordinates, അതിന്റെ കുറച്ച് അതിൽ വരുന്ന കുറച്ച് ഫോർമുലാസ് ഒക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് നോക്കാം, എന്താണ് ഒരു rectangular coordinate axis എന്നുള്ളത് ഒന്ന് നോക്കാം. Suppose we plane agatu rendu mutually perpendicular aayilla lines varichu. Nammal rendu mutually perpendicular aayilla lines varichu. Aa lines intersect cheyna point ne njan O ennu denote cheyidu. Aa point ne vilikkunna perana origin. Rendu mutually perpendicular axis intersect cheyna point aanu origin O ennu denote cheyyunnathu. അങ്ങനെയാണെങ്കിൽ ആ mutually perpendicular axis ne vilikkunna perana coordinate axis. appo ivide namukku rendu coordinate axis aanu ullathu. ഇതിൽ എക്സ് ഒ എക്സ് ഡാഷ് എന്നുള്ള ഈ ഒരു കോർഡിനേറ്റിനെ നമ്മൾ എന്ത് വിളിക്കും, എക്സ് കോർഡിനേറ്റ് എന്നും വൈ ഒ വൈ ഡാഷിനെ നമ്മൾ വൈ കോർഡിനേറ്റും എന്ന് വിളിക്കുന്നത്. അപ്പം ഈ എക്സ് ആക്സിസ് പോസിറ്റീവ് വൈ ആക്സിസ് പോസിറ്റീവ് ആണ്, എക്സ് ഡാഷും വൈ ഡാഷും നെഗറ്റീവ് ആക്സിസുകളാണ്. അപ്പം നമുക്ക് എന്തൊക്കെ ഉണ്ട്, വൈ ആക്സിസും ഉണ്ട് എക്സ് ആക്സിസും ഉണ്ട്. ഈ എക്സ് ആൻഡ് വൈ ആക്സിസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഒറിജിൻ എന്ന് പറയാൻ പറ്റും. ഞാൻ ഈ ആക്സിസിൻ്റെ അകത്തുനിന്ന് സപ്പോസ് ഒരു പോയിന്റ് എടുത്തു, ആ പോയിന്റ് ഞാൻ പി എന്ന് ഡിനോട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ഒരു കോർഡിനേറ്റ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അതായത് കോർഡിനേറ്റ് എക്സ് കോമ വൈ. അതിനർത്ഥം അതിന് കറസ്പോണ്ടിങ് ഒരു എക്സ് കോർഡിനേറ്റും ഉണ്ട്, ഒരു വൈ കോർഡിനേറ്റും ഉണ്ടായിരിക്കും. ഞാൻ ഈ കോർഡിനേറ്റ് ആക്സിസിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റ് ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ കോർഡിനേറ്റ് ആക്സിസ് നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ രണ്ട് കോർഡിനേറ്റ് ആക്സിസ് ഇതിനെ ഈ ഒരു പ്ലെയിനെ മൊത്തത്തിൽ 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 4 റീജിയൻസ് ആക്കിയിട്ട് നമ്മൾ ഈ പ്ലെയിനിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ 4 റീജിയൻസ് എന്ന് വിളിക്കുന്ന പേരാണ് ക്വാഡ്രൻസ്. ക്വാഡ്രൻസ് എന്നാണ് നമ്മൾ ആ ഒരു 4 റീജിയനെ വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. 4 ക്വാഡ്രൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എക്സ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, അതുപോലെ വൈ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുന്ന സമയത്ത് ഇവിടെ എക്സ് വാല്യൂ നെഗറ്റീവ് ആണ്, വൈ വാല്യൂ പോസിറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ വരുന്ന സമയത്ത് എക്സും നെഗറ്റീവ് ആണ്, വൈ വാല്യൂ നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എത്തുന്ന സമയത്ത് എക്സ് വാല്യൂ പോസിറ്റീവും വൈ വാല്യൂ നെഗറ്റീവും ആണ് ഉണ്ടാവുക. അപ്പോൾ പോയിന്റ്സ് നമ്മൾ ഈ ഒരു കോർഡിനേറ്റിൽ നിന്ന് എടുക്കുന്ന പോയിന്റ്സിൻ്റെ സൈനുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമ്മുടെ കോർഡിനേറ്റ് ആക്സിസിൻ്റെ അകത്ത് വരുന്ന 2 പോയിന്റ്സ്, ആ പോയിന്റ്സിലെ ഡിസ്റ്റൻസ് എങ്ങനെ കാണാമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നമ്മുടെ എക്സ് ആൻഡ് വൈ ആക്സിസ് ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ 2 പോയിന്റ്സ് സെലക്ട് ചെയ്തു. ഈ പോയിന്റ് ഞാൻ പി എന്ന് ഡിനോട്ട് ചെയ്തു. ലെറ്റ് അതിൻ്റെ കോർഡിനേറ്റ്സ് x1 y1 എന്ന് എടുത്തു. രണ്ടാമത്തെ പോയിന്റ് ക്യൂ എന്ന് ഡിനോട്ട് ചെയ്തു. അതിൻ്റെ കോർഡിനേറ്റ്സ് ഞാൻ x2 y2 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പിയും ക്യൂവും തമ്മിൽ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. ദാറ്റ് ഈസ് പി ക്യൂ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഓൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഓൾ സ്ക്വയർ. എക്സ് കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് സ്ക്വയർ ചെയ്യുക, വൈ കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എടുത്ത് സ്ക്വയർ ചെയ്യുക. അവരെ ആഡ് ചെയ്തതിന് ശേഷം സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ആ 2 കോർഡിനേറ്റ്സ് തമ്മിലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ നോക്കൂ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് പോയിന്റ്സ് 14,3 ആൻഡ് 10,6. ഈ 2 പോയിന്റ്സ് എയും ബിയും, ഈ 2 പോയിന്റ്സ് തമ്മിലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എനെ നമുക്ക് എങ്ങനെ എടുക്കാം, x1 y1. നമ്മുടെ x1 y1 ആണ് 14,3. അതുപോലെ നമ്മുടെ x2 y2 ആണ് 10,6. നമുക്ക് ഈ ഇക്വേഷൻ നമ്മളിവിടെ പി ക്യൂന്ന് പോയിന്റ്സ് ഡിനോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ജനറൽ ഇക്വേഷൻ പി ക്യൂ എന്ന് എഴുതിയത്. ഇവിടെ പോയിന്റ്സിനെ എ ബി എന്ന് ഡിനോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് എ ബി എന്ന് എടുക്കാം. എ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് ചെയ്യണം, ആദ്യം x2 മൈനസ് x1. ഇവിടെ x2 10 ആണ്, x1 14 ആണ്. അപ്പോൾ 10 മൈനസ് 14 ചെയ്താൽ -4 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1. y2 6 ആണ്, y1 3 ആണ്. അപ്പോൾ 6 മൈനസ് 3 ചെയ്താൽ 3 സ്ക്വയർ കിട്ടും. -4ൻ്റെ സ്ക്വയർ 16 വരും, പ്ലസ് 3യുടെ സ്ക്വയർ 9 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു √25. √25 5 ആണ്. അപ്പം ഈ തന്നിരിക്കുന്ന 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആണ്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്, ഇക്വേഷനിൽ വാല്യൂസ് കൊടുത്ത് ചെയ്താൽ മതി.
അടുത്തത് സെക്ഷൻ ഫോർമുല. Coordinates of the point dividing the line segment join the points x1, y1 and x2, y2 internally in the ratio m1 is to m2 are m1 x1 plus m2 x1 by m1 plus m2, m1 y2 plus m2 y1 by m1 plus m2. സപ്പോസ് x1 y1 x2 y2 എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്ത ഒരു ലൈനിൻ്റെ അകത്ത് ഒരു പോയിന്റ് വരുന്നുണ്ട്. ആ പോയിന്റ് ആ ലൈനിനെ m1 is to m2 എന്ന റേഷ്യോയിൽ ഇന്റേർണലി കട്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് കാണാനുള്ള ഫോർമുലയാണ് നമ്മളിവിടെ പഠിച്ചത്. അതേപോലെ ഇന്റേർണലി കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആ പോയിന്റ് എക്സ്റ്റേർണലി കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സപ്പോസ് എക്സ്റ്റേർണലി സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ പക്ഷേ ഇക്വേഷൻ മാറും. m1 x2 minus m2 x1 by m1 minus m2, m1 y2 minus m2 y1 by m1 minus m2. ഇത് മൊത്തം ചെയ്താലാണ് നമുക്ക് എക്സ് കോർഡിനേറ്റും ഇത് മൊത്തം സോൾവ് ചെയ്താലാണ് വൈ കോർഡിനേറ്റും കിട്ടുക. അപ്പോൾ ഇന്റേർണലി ആണെങ്കിൽ എല്ലാത്തിലും പ്ലസും എക്സ്റ്റേർണലി ആണെങ്കിൽ ഇക്വേഷനിലൊക്കെ മൈനസും ആണ് വരുന്നത്. സപ്പോസ് ആ പോയിന്റ് നമ്മുടെ ഈ രണ്ട് കോർഡിനേറ്റ്സിൻ്റെ മിഡ് പോയിന്റിൽ വരാമല്ലോ. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് എന്ത് വരും? x1 plus x2 by 2, y1 plus y2 by 2. പോയിന്റ് മിഡ് പോയിന്റിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എക്സ് കോർഡിനേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. വൈ കോർഡിനേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ വൈ കോർഡിനേറ്റും കിട്ടും. ഇനി അപ്പോൾ നമുക്ക് ഈ റേഷ്യോസും കോർഡിനേറ്റ്സും എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ഡിവൈഡ് ഒക്കെ ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ വാട്ട് റേഷ്യോ ഡസ് ദ പോയിന്റ് 3, -2 ഡിവൈഡ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് 1, 4 ആൻഡ് -3, 16. ഓക്കെ, ഇത് തിരിച്ചുള്ളൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. 3, -2 എന്ന് പറയുന്ന ഒരു പോയിന്റ് 1, 4 ആൻഡ് -3, 16 എന്ന കോർഡിനേറ്റ്സ് ജോയിൻ ചെയ്താൽ വരുന്ന ലൈനിൻ്റെ അകത്ത് വരുന്ന ഒരു പോയിന്റ് ആണ്. ആ പോയിന്റ് ഈ ഒരു പോയിന്റ് ഏത് റേഷ്യോയിലാണ് നമ്മുടെ ഈ ലൈൻസിനെ ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് ദ റേഷ്യോ ബി, നേരത്തെ പോലെ തന്നെ നമുക്ക് എങ്ങനെ എടുക്കാം? m1 is to m2 എന്ന് എടുക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മുടെ ലൈൻ ഇന്റേർണലി ആണോ എക്സ്റ്റേർണലി ആണോ കട്ട് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം ഇന്റേർണലിൻ്റെ ഫോർമുല വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു കോർഡിനേറ്റിന് ഞാൻ x1 y1 എന്നും ഈ കോർഡിനേറ്റ് ഞാൻ x2 y2 എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്റേർണലിയുടെ കേസ് നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? m1 x2 പ്ലസ് m2 x1 ബൈ m1 പ്ലസ് m2, m1 y2 പ്ലസ് m2 y1 ബൈ m1 പ്ലസ് m2. ഇത് ചെയ്താൽ കിട്ടുന്ന നമ്മുടെ കോർഡിനേറ്റ് ആണ് ഇത് ഇവിടെ തന്നിരിക്കുന്ന 3, -2. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ അകത്തുള്ള എക്സിനും വൈക്കും ഒക്കെ വാല്യൂസ് കൊടുത്ത് ഏതെങ്കിലും ഒരാൾ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് റേഷ്യോ കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് 3, ഈ വൈ കോർഡിനേറ്റ് സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് -2. നമ്മളിതിൽ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. ഞാൻ തൽക്കാലം എക്സ് കോർഡിനേറ്റുകൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഞാൻ x2നും x1നും വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ x2 -3 ആണ്. -3 × m1 എന്ന് പറയുമ്പോൾ -3 m1 പ്ലസ് m2 × x1 1 ആണ്. അപ്പം പ്ലസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇത് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് എത്ര? 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം x2ന് -3ഉം x1ന് 1ഉം കൊടുത്തു. ഇനി ഡിനോമിനേറ്റർ ഞാൻ ഇക്വേഷൻ എവിടേക്ക് എടുക്കും? എന്ത് കിട്ടും? -3 m1 പ്ലസ് m2 ഈക്വൽ ടു 3 × m1 പ്ലസ് m2 എന്ന് കിട്ടും. ഡിനോമിനേറ്ററിന് എടുത്തതാണ്. നമുക്ക് ഈ ബ്രാക്കറ്റിന് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ -3 m1 പ്ലസ് m2 ഈക്വൽ ടു 3 m1 പ്ലസ് 3 m2 എന്ന് കിട്ടും. 3നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് m1 is to m2 എന്ന റേഷ്യോനെ വേണമെങ്കിൽ ഫ്രാക്ഷൻ ആക്കി m1 by m2. ഇതെന്തിനോട് ഈക്വൽ ആണ്? m1 is to m2 എന്നുള്ള റേഷ്യോനോട് ഈക്വൽ ആണ്. നമുക്ക് തൽക്കാലം ഇതിന് റീഅറേഞ്ച് ചെയ്ത് m1 by m2 ഫോമിലേക്ക് എഴുതാൻ പറ്റുമോ നോക്കാം. അതിനുവേണ്ടി m1നെ എല്ലാം ഒരു സ്ഥലത്തേക്കും m2നെ എല്ലാം LHS RHS സൈഡിലേക്ക് നമുക്കൊന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഓൾറെഡി -3 m1 ഉണ്ട്. ഇവിടെ +3 m1 ഇങ്ങോട്ട് എടുക്കുമ്പോൾ -3 m1 ഈക്വൽ ടു ഇവിടെ 3 m2 ഉണ്ട്. ഇവിടെ പ്ലസ് m2നെ അങ്ങോട്ട് എടുക്കുമ്പോൾ -m2 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ -3 m1 -3 m1 ചെയ്ത് നമുക്ക് -6 m1 ഈക്വൽ ടു
3m2 മൈനസ് m2 ചെയ്താൽ 2m2 കിട്ടും. ഓക്കെ, നമുക്ക് വേണ്ടത് m1/m2 എന്നുള്ള റേഷ്യോ. അപ്പോൾ ഞാൻ ഈ ഇൻറ്റു m2നെ അങ്ങോട്ട് എടുത്തു. ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. ഇവിടെ ഇൻറ്റു -6 ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ -6 കട്ട് ചെയ്ത് ചെറുതാക്കി എനിക്ക് -1/3 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ m1/m2 എന്ന് പറയുന്ന റേഷ്യോ എന്താണ്? m1:m2 എന്ന് പറയുന്ന റേഷ്യോ 1:3 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ റേഷ്യോയിൽ ഒരു നെഗറ്റീവ് സൈൻ എടുത്തു. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ പോയിന്റ്, ഈ ലൈനെ ഡിവൈഡ് ചെയ്യുന്നത് എക്സ്റ്റേണലി ആണ് എന്നാണ്. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഡിവിഷൻ ആണ് ഉള്ളത്. നെഗറ്റീവ് സൈൻ എക്സ്റ്റേണൽ ഡിവിഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ പോയിന്റ് നമ്മുടെ ലൈനിനെ എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ 1:3 കട്ട് ചെയ്യുന്നത്. അടുത്തത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാന്നുള്ളതാണ് ഇവിടെ നോക്കാനുള്ളത്. ഓക്കെ, സപ്പോസ് 3 കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. x1 y1, x2 y2 ആൻഡ് x3 y3. ഈ 3 കോർഡിനേറ്റ്സ് ജോയിൻ ചെയ്ത് നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടുകയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് 1/2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് x1 y1 1, x2 y2 1 and x3 y3 1. Find the area of triangle whose vertices are A 3,4, B 6,-2 and C -4,-5. അപ്പോൾ ഈ 3 കോർഡിനേറ്റ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ ഏരിയ കാണാനുള്ള ഫോർമുല നമ്മളിപ്പോൾ ഓൾറെഡി നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് തന്ന പോയിന്റ്സിന് അതേ ഓർഡറിൽ x1 y1, x2 y2, x3 y3 എന്ന് എടുക്കാം. എ ബി സി എന്ന പോയിന്റ്സ് ആയതുകൊണ്ട് അവർ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ട്രയാങ്കിൾ നമുക്ക് ട്രയാങ്കിൾ എ ബി സി എന്ന് വിളിക്കാം. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കാണാൻ 1/2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് x1 y1 1. അപ്പോൾ x1 y1 3 4 1, x2 y2 1 എന്ന് പറയുമ്പോൾ 6 - 2 1, x3 y3 1 എന്ന് പറയുമ്പോൾ -4 -5 1. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 3/3 ഡിറ്റർമിനൻ്റ് ആണിത്. 3/3 ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് റോ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? 1/2 ഇൻറ്റു ഫസ്റ്റ് റോ യൂസ് ചെയ്താൽ 3/3 ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്തതാണിത്. എക്സ്പാൻഡ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് -69 കിട്ടും. -69 ഇൻറ്റു 1/2 ചെയ്ത് നമുക്ക് -69/2 ആണ് കിട്ടുക. പക്ഷേ ഏരിയ എപ്പോഴും നമ്മൾ എങ്ങനെ എടുക്കുള്ളൂ? പോസിറ്റീവായിട്ട് ഏരിയനെ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ നെഗറ്റീവ് എന്ത് ചെയ്യുക? നെഗ്ലക്റ്റ് ചെയ്താൽ നമുക്ക് ഏരിയ എന്ത് കിട്ടും? 69/2 സ്ക്വയർ യൂണിറ്റ്സ് എന്നുള്ളത് കിട്ടും. ഡിറ്റർമിനൻ്റ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അടുത്ത ഒരു ആപ്ലിക്കേഷൻ വരുന്നത് കണ്ടീഷൻ ഓഫ് കൊളീനിയാരിറ്റി ഓഫ് 3 പോയിന്റ്സ്. 3 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ 3 കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് വിചാരിക്കാം. ആ 3 കോർഡിനേറ്റ്സ് കൊളീനിയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. കൊളീനിയാരിറ്റി എന്ന് വെച്ചാൽ എന്താ? ആ 3 പോയിന്റ്സ് നമ്മൾ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല? ഏരിയ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? ആ 3 കോർഡിനേറ്റ്സ് സപ്പോസ് x1 y1 1, x2 y2 1 എന്ന ആൻഡ് x3 y3 ആ 3 കോർഡിനേറ്റ്സ് കണക്ട് ചെയ്താൽ കിട്ടുന്ന ഒരു ഡിറ്റർമിനൻറ്റ്, അതായത് x1 y1 1, x2 y2 1, x3 y3 1. ഈ ഡിറ്റർമിനൻറ്റ് കണ്ടാൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ 3 കോർഡിനേറ്റ്സ് എന്താണ്? കൊളീനിയർ ആണെന്നാണ് മീനിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? കൊളീനിയർ ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ ഈ കോർഡിനേറ്റ്സിൽ വാല്യൂ കൊടുത്ത് ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വാല്യൂ എന്ത് കിട്ടിയാൽ മതി? 0 കിട്ടിയാൽ മതി. പക്ഷെ ഇവിടെ നമുക്കൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണുള്ളത്. അത് എന്താണെന്നുള്ളത് നോക്കാം. ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ ആർ ദ പോയിന്റ്സ് 1,5, k,1 ആൻഡ് 4,11 കൊളീനിയർ. ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആവണമെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കണം? ഇതിൽ വരുന്ന ഈ കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് ചോദ്യം. നമുക്കറിയാം കൊളീനിയർ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്? ഇവരെ 3 പേരെയും കണക്ട് ചെയ്തിട്ടുള്ള ഡിറ്റർമിനൻ്റ് കാണുകയാണ്. അതിൽ ഈ 1/2 എടുക്കണമെന്നില്ല, ജസ്റ്റ് ഈ ഡിറ്റർമിനൻ്റ് കണ്ടാൽ മാത്രം മതി. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് കാണുന്ന സമയത്ത് എന്ത് കിട്ടും? ഇത് x1 y1, x2 y2, x3 y3. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടി? ഇത് ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? 3k + 3 എന്ന് കിട്ടും. നമുക്കറിയാം കൊളീനിയർ ആണെങ്കിൽ ഇത് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്കിതിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. 3k = +3 കൊടുക്കുമ്പോൾ -3, k എന്ന് പറയുന്നത് -3/3 =
1 ആയിരിക്കും. അപ്പോൾ കെയുടെ വാല്യൂ എന്ത് കിട്ടി? -1 കിട്ടി. നെഗറ്റീവ് ഉണ്ട്, -1 കിട്ടി. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 പോയിന്റ്സ് കൊളീനിയർ ആവണമെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കണം? -1 ആയിരിക്കണം. അടുത്ത ടോപ്പിക്കാണ് ഇൻക്ലിനേഷൻ ആൻഡ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. എന്താണ് നമ്മുടെ കോർഡിനേറ്റ് ആക്സിസിൽ വരുന്ന ഒരു ലൈനിൻ്റെ ഇൻക്ലിനേഷൻ എന്താണ്, സ്ലോപ്പ് എന്താണെന്നാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സപ്പോസ് നമ്മുടെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ആക്സിസ്, എക്സ് ആക്സിസും വൈ ആക്സിസും, ഈ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു ലൈന് വരച്ചു. സേ ആ ലൈനെ ഞാൻ എൽ എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ലൈന് നമ്മുടെ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ, ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ഒരു ആംഗിൾ ഞാൻ ആംഗിളിനെ തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാണ്. ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻക്ലിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇതാ, the inclination of the given line is represented by the measure of the angle made by the line with the positive direction of x-axis measured in anti-clockwise direction. നമ്മുടെ എക്സ് ആക്സിസുമായിട്ട്, എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെ വേണം എടുക്കാൻ. ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻക്ലിനേഷൻ. അതെപ്പോഴും ഇവിടുന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇവിടുന്ന് ഇങ്ങോട്ട് വേണം മെഷർ ചെയ്യാൻ. ആ ഇൻക്ലിനേഷന് ഞാൻ തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ the slope of a line is the tangent of angle theta which the line makes with the positive direction of x-axis. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്ന് വിളിക്കുന്നത് ഈ ആംഗിളിൻ്റെ ടാൻ വാല്യൂ, അതായത് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് നമ്മുടെ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ, അതിനാണ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ആ ആംഗിളിൻ്റെ ടാൻ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് സ്ലോപ്പ്. അതായത് നമുക്ക് എങ്ങനെ പറയാം? സ്ലോപ്പിനെ എം എന്ന, സ്മോൾ ലെറ്റർ എം എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് എം ഈക്വൽ ടു ടാൻ തീറ്റയാണ് അപ്പം സ്ലോപ്പ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. Find the slope of a line which makes an angle of 30 degree with the negative direction of x-axis. ഇവിടെ നമ്മുടെ ലൈന് എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ്റെ സ്ലോപ്പ് കാണാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോൾ ഡെഫിനേഷനിൽ എന്താ പഠിച്ചത്? സ്ലോപ്പ് കാണണമെങ്കിൽ ലൈൻ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് വേണം ആംഗിൾ ഉണ്ടാക്കാനായിട്ട്. സപ്പോസ് ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് കൺസിഡർ ചെയ്യുക. നമ്മുടെ ലൈന് എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് 30 ഡിഗ്രി. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിച്ചൂടെ? കാരണം ഈ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രിയാണ് വരിക, നമുക്കറിയാം, ലീനിയർ പെയർ ആണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ മാത്രം അപ്പോൾ എത്ര വരും? ഇത് മൊത്തം 180 ആണ്, ഇത് 30 ആണെങ്കിൽ ഇത് 180 മൈനസ് 30. നമ്മുടെ ലൈൻ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 180 മൈനസ് 30, അതായത് 150 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ സ്ലോപ്പ് കാണാൻ എം ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ലൈൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ടാൻ തീറ്റ. പക്ഷേ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 180 മൈനസ് 30 ഡിഗ്രിയാണ്. അപ്പോൾ ടാൻ 150 ഡിഗ്രിയുടെ ആംഗിൾ കാണുന്നതിന് പകരം നമുക്കൊരു റിസൾട്ട് ഉപയോഗിക്കാം. ടാൻ 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് ടാൻ തീറ്റയോട് ഈക്വൽ ആണ്. ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ടാൻ 180 മൈനസ് 30 ഡിഗ്രി എന്ന് പറയുന്നത് മൈനസ് ടാൻ 30 ഡിഗ്രിയാണ്. ടാൻ 30 ഡിഗ്രിയുടെ വാല്യൂ 1/√3 ആണ്. അപ്പോൾ സ്ലോപ്പ് മൈനസ് 1/√3 വരും. ഈ ഒരു ലൈൻ നമ്മുടെ ഈ ഒരു കോർഡിനേറ്റ് ആക്സിസിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് മൈനസ് 1/√3 ആണ്. ഇനി സപ്പോസ് നമ്മുടെ ലൈനിൻ്റെ അകത്തുള്ള രണ്ട് കോർഡിനേറ്റ്സ്, ആംഗിളിന് പകരം ഇൻക്ലിനേഷന് പകരം രണ്ട് കോർഡിനേറ്റ്സ് ആണ് തന്നതെങ്കിൽ എങ്ങനെയാണ് ആ ലൈനിൻ്റെ സ്ലോപ്പ് കാണുക എന്നാണ് ഇവിടെ നോക്കുന്നത്. നോക്കൂ, ax1y1 ആൻഡ് bx2y2 എന്നുള്ള രണ്ട് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് ആക്സിസിൽ എക്സ് ആൻഡ് വൈ ആക്സിസിൽ ഒരു ലൈന് വരുന്നുണ്ട്. ആ ലൈനിൻ്റെ അകത്ത് വരുന്ന ഒരു പോയിന്റ് ax1y1 bx2y2. ആ രണ്ട് കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പ് എം കാണാനുള്ള ഫോർമുലയാണ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ന് പറയുന്നത്. y കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ബൈ എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ചെയ്താൽ മതി. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിൻ ദ പോയിന്റ്സ് a6,3 ആൻഡ് b4,10. അപ്പോൾ ഫസ്റ്റ് തന്ന കോർഡിനേറ്റ് നമുക്ക് x1 y1 എന്നും സെക്കൻഡ് തന്നതിന് നമുക്ക് x2, y2 എന്ന് എടുക്കാം. അപ്പോൾ സ്ലോപ്പ് കാണാൻ വേണ്ടി നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പം ആദ്യം y2 മൈനസ് y1. അപ്പോൾ y2 10 മൈനസ് 3 ചെയ്താൽ 7 കിട്ടും ബൈ x2 മൈനസ് x1 4
മൈനസ് x1 ചെയ്താൽ 4 മൈനസ് 6 മൈനസ് 2. അപ്പോൾ സ്ലോപ്പ് എന്ത് വരും? -7/2 വരും. ഇതാണ് സ്ലോപ്പിൻ്റെ വാല്യൂ വരിക. അപ്പോൾ സ്ലോപ്പ് കാണാൻ നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചു, ടാൻ തീറ്റയും y2 മൈനസ് y1/x2 മൈനസ് x1. കണ്ടീഷൻ ഫോർ parallelism and perpendicularity of two lines. കോർഡിനേറ്റ് ആക്സിസിൽ നമുക്ക് സപ്പോസ് രണ്ട് ലൈൻസ് തരികയാണെങ്കിൽ ആ രണ്ട് ലൈൻസ് പാരലൽ ആണോ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇപ്പോൾ പഠിച്ച സ്ലോപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. സപ്പോസ് കോർഡിനേറ്റ് ആക്സിസിൻ്റെ അകത്ത് രണ്ട് ലൈൻസ് ഉണ്ട്. ഒരു ലൈനെ ഞാൻ L1 എന്നും രണ്ടാമത്തെ ലൈനെ ഞാൻ L2 എന്ന് വിളിച്ചു. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവിടെ സ്ലോപ്പുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്ക് സ്ലോപ്പ് M1ഉം സ്ലോപ്പ് M2 ഉള്ള രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവിടെ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് L1 is parallel to L2 if നമുക്ക് എന്ത് പറയാം? അവിടെ രണ്ട് പേരുടെയും സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. L1ൻ്റെ സ്ലോപ്പാണ് M1, L2ൻ്റെ സ്ലോപ്പാണ് M2. അതേപോലെ ഇവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണെങ്കിൽ പക്ഷേ അവരുടെ സ്ലോപ്പുകളുടെ പ്രൊഡക്റ്റ് എടുത്താൽ എന്ത് കിട്ടണം? -1 കിട്ടണം. അതായത് L1 എന്ന ലൈന് L2നോട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ L1ൻ്റെ സ്ലോപ്പും കാണുക, L2ൻ്റെ സ്ലോപ്പും കാണുക. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ -1 കിട്ടുന്നുണ്ടെങ്കിൽ ആ രണ്ട് ലൈൻസ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Show that the line passing through the points A5,6 and B2,3 is parallel to the line passing through the points C9,-2 and D6,-5. അതായത് എയും ബിയും കോർഡിനേറ്റ്സ് കണക്ട് ചെയ്താൽ കിട്ടുന്ന ലൈനും സിയും ഡിയും കണക്ട് ചെയ്താൽ കിട്ടുന്ന ലൈൻസും എന്താണ്? പാരലൽ ആണ് എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ നമുക്കിവിടെ രണ്ട് കോർഡിനേറ്റ്സ് അല്ല തന്നത്, സ്ലോപ്പ് കാണാം. പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് കണ്ട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സ്ലോപ്പ് കാണാൻ രണ്ട് കോർഡിനേറ്റ്സ് തന്നുകൊണ്ട് നേരത്തെ ഉപയോഗിച്ച ഫോർമുല m = y2 മൈനസ് y1/x2 മൈനസ് x1 ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് AB സ്ലോപ്പ് ഓഫ് ലൈൻ AB കാണാം. അപ്പോൾ അതിന് ഇത് x1 y1, ഇത് x2 y2. അപ്പോൾ 3 - 6/2 - 5 -3/-3 1 കിട്ടി. അതുപോലെ സ്ലോപ്പ് ഓഫ് CD കാണുമ്പോൾ ഇതാണ് x1 y1, ഇതാണ് x2 y2. തന്ന ഓർഡറിൽ തന്നെ വേണം x1 y1ഉം x2 y2 എടുക്കാൻ. അപ്പം -5 - -2 അതാണ് -5 + 2 വരുന്നത് /6 - 9. വീണ്ടും -3/3 എന്ത് കിട്ടി? 1 കിട്ടി. ഇവിടെ സ്ലോപ്പ് എന്തായിട്ട് വരുന്നുണ്ട്? ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ലൈൻസ് എ ബിയും സി ഡിയും എന്താണ്? പാരലൽ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇതേപോലെ പെർപെൻഡിക്കുലറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Show that the lines passing through the points A 2,-5 and B -2,5 is perpendicular to the line passing through the points L 6,3 and M 1,1. AB എന്ന് പറയുന്ന ലൈനും LM എന്ന് പറയുന്ന ലൈനും എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം M1 എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ലൈൻ AB എടുത്തു. സെയിം ഇക്വേഷൻ വെച്ച് നമ്മൾ സ്ലോപ്പ് കണ്ട സമയത്ത് നമുക്ക് എന്ത് കിട്ടി? -5/2 കിട്ടി. M2 എന്നത് സ്ലോപ്പ് ഓഫ് ലൈൻ LMനെ ഡിനോട്ട് ചെയ്തു. ഇക്വേഷൻ വെച്ച് കണ്ടപ്പോൾ 2/5 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ ആണ് ചെക്ക് ചെയ്യാൻ രണ്ട് സ്ലോപ്പുകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ -1 കിട്ടണം. അപ്പോൾ M1 × M2 ചെയ്യുമ്പം M1 -5/2 × M2 2/5. അപ്പോൾ ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10/10 കിട്ടും. -10/10 ചെയ്താൽ -1. അപ്പോൾ സ്ലോപ്പുകളുടെ പ്രൊഡക്റ്റ് -1 കിട്ടുകയാണെങ്കിൽ രണ്ട് സ്ലോപ്പ് ലൈൻസും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ലൈൻസ് പാരലലും പെർപെൻഡിക്കുലറും നമ്മൾ ചെക്ക് ചെയ്യുന്നത് സ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ്. ആ കണ്ടീഷൻ ആലോചിച്ച് വെക്കുക. അടുത്ത ടോപ്പിക്കാണ് ഇന്റർസെപ്റ്റ്സ് മെയ്ഡ് ബൈ എ ലൈൻ ഓൺ ദി ആക്സിസ്. നമ്മുടെ എക്സ് ആൻഡ് വൈ ആക്സിസിൻ്റെ അകത്ത് ഇന്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു ലൈന് വരയ്ക്കുകയാണെന്ന് കൺസിഡർ ചെയ്യാം. നോക്കൂ, ഈ ഫിഗർ നോക്കൂ. നമ്മുടെ എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസും. ഈ രണ്ട് ആക്സിസ് ഇന്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു ലൈന് വരച്ചു. ആ ലൈനെ ഞാൻ L എന്ന് ഡിനോട്ട് ചെയ്തു. ആ ലൈൻ നമ്മുടെ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റിന് ഞാൻ A എന്നും വൈ ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റിന് ഞാൻ B എന്നും വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒറിജിൻ മുതൽ എക്സ് ആക്സിസിൻ്റെ ലൈൻ ടച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് A. ആ വാല്യൂ, അതായത് OA, OAനെ നമ്മൾ വിളിക്കുന്ന വാല്യൂ ആണ് എന്ത്? എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്.
തിരിച്ച് ഒറിജിൻ മുതൽ y ആക്സിസിനെ ലൈൻ ടച്ച് ചെയ്യുന്നത് വരെയുള്ള ഡിസ്റ്റൻസ് OB, അതാണ് നമ്മുടെ എന്ത് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം if a line meets x axis at A and y axis at B as shown in the figure, നമ്മൾ നോക്കിയപ്പോൾ തന്നെ നമ്മുടെ ലൈന് L x ആക്സിസിനെയും y ആക്സിസിനെയും എയിലും ബിയിലും മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ OA is called the x intercept or intercept of made by the line on the x axis. OA എന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എന്ത് x ഇന്റർസെപ്റ്റ്. തിരിച്ച് OB ആണ് എന്ത് നമ്മുടെ y ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ OA and OB taken together in this order are called the intercepts made by the line L on the axis. അപ്പോൾ OAനെയും OBനെയും കൂടി നമുക്ക് ജനറൽ ആയിട്ട് എന്ത് വിളിക്കാം? ഇന്റർസെപ്റ്റ്സ് മെയ്ഡ് ബൈ ദ ലൈൻ ഓൺ ദി ആക്സിസ്. ആക്സിസിൽ നമ്മുടെ ലൈൻ ഉണ്ടാക്കുന്ന ഇന്റർസെപ്റ്റുകളാണ് അതെന്ന് വിളിക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്കറിയാം ആക്സിസിൻ്റെ അകത്ത് എക്സ് ആക്സിസിൻ്റെ അകത്ത് y കോർഡിനേറ്റ് 0 ആയിരിക്കും, y ആക്സിസിൻ്റെ അകത്ത് x കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, A എന്ന പോയിന്റ് നമ്മുടെ എക്സ് ആക്സിസിലായതുകൊണ്ട് അതിൻ്റെ കോർഡിനേറ്റ് എന്ത് വരും? A,0. B എന്ന പോയിന്റ് y ആക്സിസിലായതുകൊണ്ട് അതിൻ്റെ കോർഡിനേറ്റ് വരിക 0,B എന്നാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമുക്കൊരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കാണാൻ. അപ്പോൾ എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ ഒറിജിൻ മുതൽ ലൈന് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന വാല്യൂ വരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ് ഇൻ്റർസെപ്റ്റ്. തിരിച്ച് ലൈനിനെ വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്നത് വരെയുള്ളതാണ് വൈ ഇൻ്റർസെപ്റ്റ്. ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുത്ത് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റ് കിട്ടും. തിരിച്ച് വൈ ഇൻ്റർസെപ്റ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? എക്സിന് 0 കൊടുക്കുക. അപ്പം നമുക്ക് വൈ ഇൻ്റർസെപ്റ്റ് കിട്ടും. ഒരു എക്സാമ്പിൾ നോക്കാം. If a line is represented by 2x plus 3y equal to 6, then line equation. Find its x and y intercept. ഇതിൽ നിന്ന് ഈ ഇക്വേഷൻ നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കാണാം. ആദ്യം നമ്മൾ കാണേണ്ടത് ടു ഫൈൻഡ് എക്സ് ഇൻ്റർസെപ്റ്റ്. എക്സ് ഇൻ്റർസെപ്റ്റ് കാണാൻ നമ്മൾ ആർക്ക് 0 കൊടുക്കണം? വൈക്ക് 0 കൊടുക്കുക. ഈ ഇക്വേഷൻ ഞാൻ വൈക്ക് 0 കൊടുത്താൽ 3 × 0 0, ഈ ടേം 0 ആയിപ്പോയി. ബാക്കി എന്തേ വരുള്ളൂ? 2x equal to 6, x equal to 6/2 equal to 3. ദാറ്റ് ഈസ് നമ്മുടെ എക്സ് ഇൻ്റർസെപ്റ്റ് ആണ് എത്ര? എക്സ് ഇൻ്റർസെപ്റ്റ് നമുക്ക് എത്ര കിട്ടി? ഈക്വൽ ടു 3 കിട്ടി. തിരിച്ച് വൈ ഇൻ്റർസെപ്റ്റ് ആണ് നമ്മൾ ആർക്ക് 0 കൊടുക്കുക? എക്സിന് 0 കൊടുക്കുക. ഇതേ ഇക്വേഷൻ ഞാൻ എക്സിന് 0 കൊടുക്കുമ്പോൾ 2 × 0 0 ആയിപ്പോയി. ബാക്കി എന്താ വരിക? 3y equal to 6 ആണ്, y equal to 6/3 equal to 2 എന്ന് കിട്ടി. അതായത് നമ്മുടെ വൈ ഇൻ്റർസെപ്റ്റ് ആണ് എത്ര? വൈ ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള കണ്ടീഷനും ആലോചിച്ച് വെക്കാം. അടുത്ത ടോപ്പിക്, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. നമ്മൾ കോർഡിനേറ്റ് ആക്സിസിൻ്റെ അകത്ത് 2 ലൈൻസ് ഉണ്ട്. 2 ലൈൻസ് നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ എന്ത് ഫോം ചെയ്യും? അവർ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ലൈൻസിൻ്റെ ഇടയിൽ ഓരോ ആംഗിൾസ് ഫോം ചെയ്യും. ആ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാനാണ് ഈ സെക്ഷനിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൻ്റെ അകത്ത് 2 ലൈൻസ് ഉണ്ട്. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസിനകത്ത് വരുന്ന 2 ലൈൻസ് ആണ് L1 ആൻഡ് L2. L1 എക്സ് ആക്സിസും ഉണ്ടായിട്ടുണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ α1 എന്നും L2 എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ α2 എന്നും ഡിനോട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ 2 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ആംഗിൾസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഒന്ന് ഈ ഒരു എക്യൂട്ട് ആംഗിളും പിന്നെ ഒന്ന് ഈ ഒബ്റ്റ്യൂസ് ആംഗിളും. എക്യൂട്ട് ആംഗിളിനെ തീറ്റ എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് ടോട്ടൽ 180 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രയും തീറ്റ ആണെങ്കിൽ ഇത് ബാക്കി വരുന്നത് π മൈനസ് തീറ്റ അല്ലെങ്കിൽ 180 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പോൾ 2 ആംഗിൾസ് ആണ് ഫോം ചെയ്യുന്നത് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത്, തീറ്റയും π മൈനസ് തീറ്റയും. നമുക്കിവിടെ തീറ്റ കാണാൻ ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ സ്ലോപ്പ് വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ 2 ലൈൻസിൽ L1ഉം L2 ഉണ്ട്. L1ൻ്റെ സ്ലോപ്പിന് നമ്മൾ m1 എന്നും L2ൻ്റെ സ്ലോപ്പിന് m2 എന്നും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീറ്റ കാണാനുള്ള ഇക്വേഷൻ ടാൻ തീറ്റയ്ക്കാണ് ഇക്വേഷൻ ഉള്ളത്. ദാറ്റ് ഈസ് m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. വേറെ നമ്മുടെ ഡിനോമിനേറ്റർ ഒരിക്കലും എന്താവരുത്? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കുക. ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ കാണാൻ, ഒബ്റ്റ്യൂസ് ആംഗിളിന് ഞാൻ തൽക്കാലം ഫൈ എന്ന് ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ ഫൈ കാണാൻ എന്ത് ചെയ്താൽ മതി? π മൈനസ് തീറ്റ. നമുക്ക് തീറ്റ കണ്ടുപിടിച്ചാൽ ഒബ്റ്റ്യൂസ് ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആലോചിച്ച് വെക്കുക. നമ്മൾ കോർഡിനേറ്റ് ആക്സിസിൻ്റെ അകത്ത് ഇൻ്റർസെക്റ്റ് ആയിട്ട് വരുന്ന 2 ലൈൻസ് തമ്മിലുള്ള ആംഗിൾ കാണാനും നമ്മളിവിടെ സ്ലോപ്പ് വെച്ചിട്ടുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ടാൻ തീറ്റ ഈക്വൽ ടു m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 ഇൻറ്റു m2.
Find the acute and obtuse angle between the lines whose slopes are 3/4 and -1/2. രണ്ട് ലൈൻസ് ഉണ്ട്, ലൈൻസിൻ്റെ സ്ലോപ്പ് 3/4 -1/7 ആണ് തന്നിട്ടുണ്ട്. ആ രണ്ട് ലൈൻസിൻ്റെ ഇടയിൽ അക്യൂട്ട് ആംഗിളും കാണും, ഒബ്റ്റ്യൂസ് ആംഗിളും കാണും. ഓക്കെ, അപ്പോൾ ഞാൻ M1 ആയിട്ട് ആരെടുക്കുകയാണ്? 3/4 എടുത്തു. M2 ആണ് ആര്? -1/7. അപ്പോൾ നമുക്ക് ആദ്യം അക്യൂട്ട് ആംഗിൾ കണ്ടാൽ ഒബ്റ്റ്യൂസ് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ടാൻ തീറ്റയുടെ ഇക്വേഷൻ എന്തായിരുന്നു? M1 - M2 ഡിവൈഡഡ് ബൈ 1 + M1 M2 എന്നായിരുന്നു. M1 3/4 minus M2 -1/7 ഡിവൈഡഡ് ബൈ 1 + M1 into M2 എന്ന് പറയുമ്പോൾ 3/4 into -1/7 എന്ന് വരും. ഈ രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആവും. ന്യൂമറേറ്റർ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 7 3s are 21 plus 1 4s are 4. 21 plus 4 ചെയ്താൽ 25/7 4s are 28 ഡിവൈഡഡ് ബൈ, ഇവിടെ ഞാൻ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 3/4 into -1/7 ചെയ്താൽ -1/28 വരും. എന്നിട്ട് 1 minus 3/28 now ഡിനോമിനേറ്റർ. ആ ഒരു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 28 - 3 25/28 തന്നെ ഡിനോമിനേറ്ററിന് വരും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം വാല്യൂ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് എനിക്ക് ഈക്വൽ ടു എന്ത് കിട്ടി? 1 കിട്ടി. ടാൻ തീറ്റയുടെ വാല്യൂ 1 ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് 1 ആയിരിക്കും വരിക. ടാൻ ഇൻവേഴ്സ് 1 എത്രയാണ്? 45 ഡിഗ്രി. 45 ഡിഗ്രിയാണ് ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത്. അങ്ങനെ ഒബ്റ്റ്യൂസ് ആംഗിൾ 5 കാണാൻ എന്ത് ചെയ്താൽ മതി? പൈ മൈനസ് തീറ്റ അല്ലെങ്കിൽ 180 ഡിഗ്രി മൈനസ് തീറ്റ ചെയ്യുക. ദാറ്റ് ഈസ് 180 ഡിഗ്രി മൈനസ് 45 ചെയ്യുകയാണെങ്കിൽ 45 ഡിഗ്രി ചെയ്ത ആൻസർ എത്ര വരും? 531. 135 ഡിഗ്രിയാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ ഈ രണ്ട് ലൈൻസ് ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾസ് 45 ഡിഗ്രിയും 135 ഡിഗ്രിയുമായിരിക്കും. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ. നോക്കൂ, സപ്പോസ് എക്സ് ആൻഡ് വൈ ആക്സിസ് മീറ്റിംഗ് പോയിന്റ് ആണ് ഒറിജിൻ നമ്മൾ പറഞ്ഞു. ഈ എക്സ് ആൻഡ് വൈ ആക്സിസിൽ വരുന്ന ഒരു പോയിന്റ് ആണ്, സേ അതിന് ഞാൻ പി എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് വരുന്നത് x,y ഫോമിലായിരിക്കും. ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒറിജിനെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. അതായത് എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും ഡയറക്ഷൻ മാറ്റുന്നില്ല, സെയിം ഡയറക്ഷൻ മാറ്റാതെ ഞാൻ ഒറിജിനെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിച്ചു, ഈ ഒരു പോയിന്റിൽ എത്തിച്ചു. അപ്പോൾ ഒറിജിൻ ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ്. ആ ന്യൂ ഒറിജിനെ ഞാൻ O' എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എക്സ് ആക്സിസ് ഇവിടെയും വൈ ആക്സിസ് ഇവിടെയും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പുതിയ എക്സ് ആക്സിസ് ഞാൻ x' എന്നും പുതിയ വൈ ആക്സിസ് ഞാൻ y' എന്നും വിളിച്ചു. അപ്പം ഞാനിവിടെ ആക്സിസിൻ്റെ ഡയറക്ഷൻ മാറ്റാതെ ഒറിജിനെ ഷിഫ്റ്റ് ചെയ്തു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്. The transformation obtained by shifting the origin to a given point in the plane without changing the direction of coordinate axis is called translation of axis. ഒറിജിന് ആക്സിസിൻ്റെ ഡയറക്ഷന് മാറ്റമില്ലാതെ ഷിഫ്റ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ ഓഫ് ആക്സിസ്. നമ്മുടെ പോയിന്റ് അവിടെ മാറുന്നില്ല, അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് ഇവിടെ മാറിയത് കൊണ്ട് ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സിന് മാറ്റം വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സപ്പോസ് ഈ ഒരു പോയിന്റ് പിയുടെ പുതിയ കോർഡിനേറ്റ്സ് ഞാൻ x', y' എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ പുതിയ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നോക്കൂ, ആദ്യത്തെ കോർഡിനേറ്റ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വരെയുള്ള വാല്യൂ ആണ് എക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ നമ്മൾ ഒറിജിൻ ഇവിടെ വരെ ഷിഫ്റ്റായി. ആ ഷിഫ്റ്റായ ഇത്രയും പൊസിഷൻ ഇതിനെ ഞാൻ എച്ച് എന്നും, അതുപോലെ വൈ ആക്സിസ് ഇത്രയും ഷിഫ്റ്റായി, ഇതിനെ ഞാൻ കെ എന്നും വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ കോർഡിനേറ്റ് x' കാണാൻ എന്ത് ചെയ്താൽ മതി? x - h. അതായത് നേരത്തെ കോർഡിനേറ്റിൽ നിന്ന് ഇപ്പോൾ ഷിഫ്റ്റായ വാല്യൂ മൈനസ് ചെയ്യാം. അതുപോലെ വൈ കോർഡിനേറ്റ് പുതിയത് y' കാണാൻ y - k ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പുതിയ കോർഡിനേറ്റ്സ് ആയിട്ടുള്ള x' y' കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഫിഗറിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്നത്. എക്സ് ആക്സിസ് ഷിഫ്റ്റ് ചെയ്യുന്നത് എച്ചും വൈ ആക്സിസ് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കെയുമായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വെൻ ഒറിജിൻ ഇസ് ഷിഫ്റ്റഡ് ടു -3,2 ബൈ ട്രാൻസ്ലേഷൻ ഓഫ് ആക്സിസ്, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് 1,2 വിത്ത് റെസ്പെക്ട് ടു ദ ന്യൂ ആക്സിസ്. ട്രാൻസ്ലേഷൻ ഓഫ് ആക്സിസ് നടത്തിയിട്ട് നമ്മൾ ഒറിജിനെ ഷിഫ്റ്റ് ചെയ്ത് ഇപ്പോൾ എവിടെ എത്തിച്ചിട്ടുണ്ട്?
-3,2 എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ഒറിജിൻ ഇപ്പോൾ ഉള്ളത് -3,2 അതിൻ്റെ അർത്ഥം നമ്മുടെ h, k ആണ് ആര്? -3,2. ആദ്യത്തെ വാല്യൂ എപ്പോഴും എച്ചും രണ്ടാമത്തത് കെയുമായിരിക്കും. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് 1,2 വിത്ത് റെസ്പെക്ട് ടു ദ ന്യൂ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒറിജിൻ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് 1,2 എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സിന് മാറ്റം വന്നിട്ടുണ്ട്. ആ പുതിയ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ആരാണ്? x, y. അതായത് ആദ്യത്തെ കോർഡിനേറ്റ് ആണ് ഇത് 1,2 എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ കോർഡിനേറ്റ് നമുക്കറിയാം x', y' അല്ലേ? പുതിയ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x', y' ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കണം. x' കാണാനുള്ള ഫോർമുലയാണ് x മൈനസ് h. നമുക്കറിയാം ഇവിടെ x എത്രയാണ്? 1 ആണ്, മൈനസ് h -3 ആണ്. അപ്പോൾ 1 -3 4 കിട്ടി. അതുപോലെ y' കാണാനായിട്ട് y മൈനസ് k ചെയ്യാം. y എന്ന് പറയുന്നത് 2 ആണ്, മൈനസ് കെയും എത്ര തന്നെയാണ്? 2 ആണ്. അപ്പോൾ 2 - 2 = 0 കിട്ടി. അപ്പോൾ x', y' എന്ന് പറയുന്ന പുതിയ കോർഡിനേറ്റ് എത്രയാണ്? 4,0 ആണിപ്പം നമ്മുടെ XY റെപ്രസെൻ്റ് ചെയ്യുന്ന പുതിയ കോർഡിനേറ്റ്സ്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. താങ്ക് യു.